ഹായ് ഹലോ, വെൽക്കം ടു കിൻസ് കൗണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയുമാണ്. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ നല്ലപോലെ മൂത്ത് കിട്ടുകയും വേണം. ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കി പൈനാപ്പിൾ അരിയാട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കി അരിയുമ്പോൾ കുക്കിംഗ് ടൈം ഇതിലും കുറയും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിളൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ആ വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ 6 ടീസ്പൂണിലധികം മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂണിലധികം സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഒരു മധുരമുള്ള അച്ചാറാണ്, നമ്മുടെ ഈന്തപ്പഴം അച്ചാറൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കര ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര ചിരകിയത് ഇതിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു അച്ചാർ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് സൂക്ഷിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് നമ്മുടെ ബിരിയാണിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മളിത് ഒരാഴ്ചയൊക്കെ അധികം പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.